ഹായ് മുത്തുമണീസ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ശരിക്കും അർഹതപ്പെട്ട ഒരു പൊസിഷൻ അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട ഒരു സ്ഥാനം അത് നമുക്ക് നമ്മുടെ വീട്ടിലാവട്ടെ ഓഫീസിലാവട്ടെ ചില സമയത്ത് നമുക്കത് കിട്ടിയെന്ന് വരത്തില്ല. ഈ അർഹതപ്പെട്ട സ്ഥാനം നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? ചിലരെ കണ്ടിട്ടില്ലേ, വീട്ടിൽ കിടന്ന് ചാത്തു പണിയുണ്ടാവും, പക്ഷെ അമ്മായിയമ്മയ്ക്കോ കെട്ടിയോനോ ഫാദറിൻലോയ്ക്കോ ഒന്നും ഒരു വില ഉണ്ടാവത്തില്ല. അവൾ അവിടെ കിച്ചണിലുണ്ടാവും. പക്ഷെ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഇത്രയും ഈ ഒരുപാട് ആളുകൾ ഉണ്ടാവും ചിലപ്പോൾ ആ വീട്ടിൽ, അല്ലെങ്കിൽ ഇവർ ഇത്രയും പേരായിരിക്കും ഉണ്ടായിരിക്കുക. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് കിടന്ന് മരിക്കുകയായിരിക്കും. ചത്ത് കിടന്ന് പണിയെടുക്കാന്നുണ്ടെങ്കിലും ഒരു വിലയുണ്ടാവില്ല. അടുത്ത വരുമ്പോൾ ചിലപ്പം ഒരുങ്ങി കെട്ടി ഓഫീസിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും വില അവരോടായിരിക്കും. പക്ഷേങ്കിൽ അത് ഇവർക്ക് ജോലി ഇല്ലാഞ്ഞിട്ടോ അവർക്ക് ജോലി ഉള്ളത് കൊണ്ടോ അല്ല കേട്ടോ. അതായത് നമ്മുടെ സ്ഥാനം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ വീട്ടിൽ എന്ത് കാര്യം ചെയ്യുന്നു, അത് എത്രമാത്രം എന്താ പറയുക പ്രയോജനകരമാണ് ആ ഒരു വീട്ടുകാർക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് 4 പേരെ അറിയിക്കാനായിട്ട് ആദ്യം നോക്കുക. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മളത് ചോദിച്ചു വാങ്ങിക്കുക തന്നെ വേണം. നമ്മൾ അർഹതപ്പെട്ടിട്ടുണ്ടെങ്കിലും അർഹത നമുക്കുണ്ടെങ്കിലും അത് ചോദിച്ചു വാങ്ങിക്കാനായിട്ടുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ ഒരു മനഃശക്തി നമുക്കില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ അവിടെ കിടക്കാനേ രക്ഷയുള്ളൂ. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, വാഷിംഗ് മെഷീൻ ഉണ്ടാവും, സ്റ്റൗ ഉണ്ടാവും, അതെ എല്ലാ സാമഗ്രികളും അവിടെ ഉണ്ടാവും. പക്ഷേ എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇവരെ യൂസ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തില്ല. നീ ആ കല്ലിലങ്ങ് അലക്കാനേ, കല്ലല്ലേ ഉള്ള, ഞങ്ങളൊക്കെ പണ്ട് കല്ലിൽ അലക്കിക്കൊണ്ടിരുന്നത്. കല്ലിൽ അലക്കിയാൽ മതി. അപ്പോഴത്തേക്കും ഇത് പാവം പേടിച്ചു പോയി കല്ലിൽ കൊണ്ടുപോയിട്ട് അലക്കും. അതുപോലെ തന്നെ മിക്സിയിൽ അരക്കയ്യോ കറണ്ട് ചാർജ്, എൻ്റെ അമ്മ എന്തൊരു കറണ്ട് ചാർജാണ് വരുന്നതെന്ന് അറിയോ? മിക്സി ഒന്നും ഉപയോഗിക്കരുത്. ആ അമ്മിക്കല്ലയിൽ അരയ്ക്കുന്നതാണ് ഇവിടെ അച്ഛനിഷ്ടം, അങ്ങനെ പറയും. അപ്പോഴത്തേക്കും ഇത് പേടിച്ച് പോയി അരകല്ലയിൽ അരയ്ക്കും. പക്ഷേ ഈ ബില്ലുകളൊക്കെ അടയ്ക്കുന്നത് ഇവരുടെ മോനാണ് കേട്ടോ. ഈ മോൻ ആരാണ്? ഇവരുടെ ഭർത്താവാണ്. അത് കറക്റ്റായിട്ട് ആ ഒരു ബോധം മനസ്സിലുണ്ട് എങ്കിൽ അത് നമ്മളത് ചോദിച്ചു വാങ്ങിക്കുക തന്നെ വേണം. അമ്മ ഇത്രയും നാൾ എന്തായാലും കല്ലിൽ അലക്കിക്കൊണ്ടിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അതിനകത്തൊന്ന് അലക്കി നോക്കാം. അതിന് മാത്രം ബില്ലൊന്നും വരില്ല എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അത് കല്ലിൽ അലക്കിക്കാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ എന്തിനും മിണ്ടാതെ, എനിക്ക് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ കമൻസ് അല്ല മെസ്സേജസ് വരുന്നു. വീട്ടിലിട്ട് കൊല്ലുകയാണ്, പട്ടിക്ക് തുല്യമാണ്, ഒരു വിലയില്ല. ഞാൻ വേർഡ്സ് ഉപയോഗിച്ചാൽ ക്ഷമിക്കുക കേട്ടോ. യാതൊരു വിലയും തരുന്നില്ല, എന്തുമാത്രം പണിയെടുത്തിട്ടും കാര്യമില്ല. അതേ സമയത്ത് അനിയത്തി വീട്ടിൽ ഒരു പണിയില്ല, രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. പക്ഷെ അവരെ ഭയങ്കര വലിയ സംഭവമായിട്ട് കണക്കാക്കുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? അവരുടെ പൊസിഷൻ എന്താണെന്നുള്ളത് അവർ 4 പേരെ അറിയിക്കുന്നുണ്ട്, വീട്ടിലുള്ളവരെ അറിയിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ അങ്ങോട്ട് ഒതുങ്ങി കൂടുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന വർക്കിന്റെ പ്രതിഫലം അത് എന്താണെന്നുള്ള മൂല്യം അവരെ മനസ്സിലാക്കി കൊടുക്കുക. അതായത് ഇപ്പം നിങ്ങളെ ചുറ്റുപറ്റിയായിരിക്കും ഈ ഒരു അച്ചുതണ്ട് കറങ്ങുന്നത് പോണൊക്കെ നിങ്ങളെ ചുറ്റുപറ്റിയായിരിക്കും ഈ സംഭവങ്ങൾ ആ വീട് മൊത്തം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി രാത്രി കിടക്കുന്നത് വരെയുള്ള സർവ്വത്ര കാര്യങ്ങളും നിങ്ങളായിരിക്കും ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ അതാരും മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഈ പൂച്ചയെ പോലെ ഇങ്ങനെ പതുങ്ങിയിരുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ അവകാശങ്ങൾ നമ്മൾ ചോദിച്ചെടുക്കുക തന്നെ വേണം. കഴിഞ്ഞ ദിവസം ഞാനൊരു ടോക്ക് കേട്ടതായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു പേന നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ താഴേക്കുള്ള പോർഷനും അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്പും, പക്ഷേങ്കിൽ എപ്പോഴും മറ്റുള്ളവർ കാണുന്നത് ഈ ഒരു ക്യാപ്പിനെയാണ്. പോക്കറ്റിൽ കുത്തിയെന്ന് വെച്ചാലും എവിടെ വെച്ചെന്ന് വെച്ചാലും ബാഗിലാണെങ്കിലും ഒക്കെ ഈ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഇതിന്റെ ക്യാപ്പാണ്. പക്ഷെ വർക്ക് ചെയ്യുന്നത് മുഴുവൻ ആരാണ്? ഈ പേനയുടെ ബാക്കി താഴേക്കുള്ള പോർഷനാണ്. അത് എഴുതാനായിക്കോട്ടെ, റീഫിൽ ഇടാനായിക്കോട്ടെ, എന്തിനും നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന പേനയാണ്. പക്ഷേങ്കിൽ ലാസ്റ്റ് കൊണ്ടുവന്ന് അതിന്റെ മുകളിലേക്ക് ക്യാപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പോക്കറ്റിൽ വെക്കുകയാണെങ്കിൽ തന്നെ പ്രൊജക്റ്റ് നിൽക്കുന്നത് ഈ പറയുന്ന ക്യാപ്പാണ്. മറ്റുള്ളവരുടെ മുന്നിൽ എല്ലാമാണ് എന്ന് ചിലർ സ്ഥാപിച്ചെടുക്കുമെങ്കിൽ എല്ലാ പണികളും ചെയ്തിട്ട് ഒരു വിലയുമില്ലാതെ വീട്ടിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഒക്കെ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് മാറി നിൽക്കുന്നവരുണ്ട്.
ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾക്ക് നമ്മുടെ സീനിയർ നമ്മുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അവരുടെ മുകളിൽ മറ്റൊരാളുണ്ട്. അതായത് നമ്മുടെ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ, അതിന് ഹെഡ് ഉണ്ടാവും, അവരുടെ മേളിൽ ആളുകൾ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന പണി ചിലപ്പം അയാൾ ചെയ്യുന്നേക്കാളും 100 ഇരട്ടിയായിരിക്കും. അയാളെക്കാളും നല്ലൊരു പൊസിഷൻ നമുക്ക് വാങ്ങിക്കാനുള്ളതായിട്ടുള്ള എല്ലാ കഴിവുകളും നമുക്കുണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ഉണ്ടായിരിക്കും. പക്ഷേ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആള് ഈ ലീഡറിന്റെ അണ്ടറിൽ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. തന്റെ സ്ഥാനം എന്താണെങ്കിൽ തന്റെ കഴിവ് എന്താണ് എന്നുള്ളത് അതിന് മുകളിലുള്ളവരെ കൂടെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എവിടെ ചെന്നാലും സ്ഥിരം ഈ താഴെ കിടന്നുകൊണ്ട് ഈ ഹാർഡ് വർക്ക് ചെയ്യാൻ മാത്രമേ കഴിയുള്ളൂ. നമ്മൾ എവിടെ നിൽക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ പൊസിഷൻ എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. കേട്ടിട്ടില്ലേ? നമ്മൾ നിൽക്കേണ്ടടുത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആര് കയറിയിരിക്കും? മനസ്സിലാവുന്നുണ്ടോ? എവിടെയാണെന്നുണ്ടെങ്കിലും, വീട്ടിലായിക്കൊള്ളട്ടെ, നാട്ടിലായിക്കൊള്ളട്ടെ, എവിടെയാണെങ്കിലും നമ്മുടെ സ്ഥാനം നമ്മൾ ഉറപ്പിക്കുക തന്നെ വേണം. അത് നമ്മൾ ചെയ്യുന്നത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, നമുക്കതിനുള്ള ഫുൾ കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ പറയുന്ന വീട്ടിൽ സ്ഥിരമായിട്ട് അടുക്കളയിൽ കഴിയുന്ന അല്ലെങ്കിൽ യാതൊരു വിലയും ഇല്ലാതെ കഴിയുന്ന ഈ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ആ വീട്ടിലെ കംപ്ലീറ്റ് കാര്യങ്ങളും പോകുന്നത്. ഒരു 2 ദിവസം നിങ്ങൾ വയ്യാന്നും പറഞ്ഞൊന്ന് കയറി കിടക്കാം. എഴുന്നേക്കാൻ പറ്റുന്നില്ല, എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ടൊന്ന് കയറി കിടക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകണമെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് 2 ദിവസം മാറി നിൽക്കുക. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവര് എന്താണ് ഈ കുട്ടി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. നമ്മൾ ഇടയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. നമ്മളെ ഫുൾ ടൈം 365 ദിവസം ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു വിലയും തരില്ലാത്തത്. അതേ സമയത്ത് ഈ ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ ഇട്ടോന്നേ, നമ്മളില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മറ്റുള്ളവരൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണല്ലോ. ഈ പറയുന്ന ഈ ഇളയ മരുമകളെ ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങ് പൊക്കുമ്പോൾ അവൾ 2 ദിവസം വീട്ടുപണി എടുത്തോട്ടെ എന്നുള്ള ധാരണ നമുക്കും വേണം. അല്ലാതെ ഇതെല്ലാം സഹിച്ച് ക്ഷമിച്ച് പണ്ടത്തെ എന്താ കുറേ മൂവീസൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ, ഒരാള് ഏത് നേരം സ്ഥിരം അടുക്കളയിൽ തന്നെ, പക്ഷെ അവർക്കൊരു വിലയില്ല. മറ്റേയാള് വലിയ ഹൈഫൈ ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്ന ഒരുപാട് മൂവീസ് നമുക്കുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചിലത് നമ്മൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക തന്നെ വേണം. അതിൽ നിന്നൊക്കെ എന്തുമാത്രം നമുക്ക് പഠിച്ചെടുക്കാൻ കിട്ടും. നമ്മൾ നിൽക്കേണ്ട സ്ഥാനം എന്താണോ അത് നമ്മൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ച് വാങ്ങിക്കുക തന്നെ വേണം. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്, നിങ്ങൾ 2 ദിവസം റെസ്റ്റ് എടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം വീട്ടിൽ പോയി നിൽക്കുക. ഈ ഒരു പണിയും ചെയ്യാൻ നിൽക്കരുത്. അപ്പോഴേ മനസ്സിലാവുള്ളൂ നിങ്ങളുടെ വില എന്താണെന്ന്. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, ഈ ഭർത്താക്കന്മാരോട് നിങ്ങൾ കാണുന്നുണ്ട്, കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. പറയുന്നൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാര്യ ആരുടെയും വേലക്കാരിയല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അവർക്കും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമായിട്ടുള്ള കഴിവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നിങ്ങൾ അതിനിങ്ങനെ അടിച്ച് ഇരുത്തി മറ്റുള്ളവരുടെ കൂടെ ചേർന്ന്, പ്രത്യേകിച്ച് അമ്മയുടെയും നാത്തുമാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവരായിരിക്കും ഇഷ്യൂസ്, അവരുടെ കൂടെ ചേർന്ന് അടിച്ച് ഇരുത്തി താഴേക്ക് അങ്ങോട്ട് ഇരുത്താതെ അവരുടെ സൈഡിൽ ഒരു സപ്പോർട്ടായിട്ട്, നിങ്ങളുടെ ഭാഗമല്ലേ, ഒരു സപ്പോർട്ടായിട്ട് അവരോടൊന്ന് ചേർന്ന് നിന്ന് നോക്കിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ വിഷമത്തിന്റെ 4/1 അവർ അനുഭവിക്കില്ല. നിങ്ങൾക്ക് പറയാം ഇത്രയേറെ സാധനങ്ങൾ, എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അവളത് ഉപയോഗിച്ചോട്ടെ എന്ന് പറയാം. അല്ലെങ്കിൽ അമ്മ പറയുന്നത് അത് ശരി, എത്ര നാളെ അവർ കല്ലിലല്ലേ ഉപയോഗിച്ചോ, നീ കല്ലിൽ അലക്കിയാൽ മതി, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ട, അല്ലെങ്കിൽ മിക്സി ഉപയോഗിക്കേണ്ട. അങ്ങനെ പറയരുത്. ഇവരുടെ സൈഡ് ഒന്ന് ചേർന്ന് നിൽക്കുക. അവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങളും കാര്യങ്ങളും ഒന്നും അല്ല. ഇപ്പൊ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. എന്തിനാണ് ഈ എക്യുപ്മെന്റ്സ് അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്? അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഉപയോഗിക്കാതിരുന്ന് ചീത്തയായി പോകുന്നത് നല്ലത് ഉപയോഗിക്കുന്നതല്ലേ. നമ്മൾ ഈ പണിയെടുത്ത് കഷ്ടപ്പെട്ട് നടുവൊടിഞ്ഞ് എവിടെയെങ്കിലും അസുഖം ബാധിച്ച് കിടക്കുന്നതാണോ? നമ്മളുടെ പണി ഈസി ആയിട്ട് എടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യുന്നതാണോ നല്ലത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇത് അതിന് മാത്രം കറണ്ട് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്ന സംഭവങ്ങളൊന്നുമല്ല ഇത്. എത്രയോ ക്യാഷ് വെറുതെ കളയുന്നു. അപ്പം പറഞ്ഞു വന്നത്, നമ്മുടെ സ്ഥാനം എന്താണെന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അത് അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാകുന്ന രീതിയിൽ അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക. നമുക്ക് നമ്മുടെ വോയിസ് അത് കറക്റ്റായിട്ട് പ്രയോഗിക്കേണ്ട സ്ഥലത്ത് പ്രയോഗിച്ചേ പറ്റുള്ളൂ. ജോലി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, സാമ്പത്തികമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇവിടെ പ്രശ്നമല്ല. നമ്മൾ ആരാണ് ആ വീട്ടിൽ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ ആരാണ് ആ ഓഫീസിൽ എന്നുള്ള കാര്യം, ഞാനില്ലാതെ അവിടെ പറ്റില്ല എന്നുള്ള കാര്യവും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക.
വോയിസ്, അതായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇത് എല്ലായിടത്തും പ്രാവർത്തികമാണെന്നേ. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ചേച്ചിമാരെ പുറകോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. നമ്മളുടെ കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ തുറന്ന് പറയുക. നമുക്ക് വേണ്ടിയിട്ട് മറ്റൊരാൾ വാദിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ജന്മം നിങ്ങൾക്ക് ആ കുഴിയിൽ നിന്ന് കയറി പോരാനായിട്ട് സാധിക്കില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക, മറ്റുള്ളവരൊക്കെ ആയിട്ടൊന്ന് മിങ്കിൾ ചെയ്യുക, സമൂഹം എന്താണെന്ന് അറിയുക. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ അല്ലേ പറഞ്ഞത്, പക്ഷെ അത് എന്തുകൊണ്ട് ഇവിടെ പ്രയോഗിക്കുന്നില്ല? നമ്മൾ എവിടെ നിൽക്കണോ അവിടെ നിൽക്കുക. അതിൻ്റെ മേലെ തലയിൽ കയറിയിടുന്ന് ചെവി കടിക്കാനായിട്ട് ആരെയും സമ്മതിക്കാതിരിക്കുക. റെസ്പെക്റ്റ് കൊടുക്കേണ്ടവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, പക്ഷേ അതിന് അതിൻ്റെതായ ഒരു പരിധി നിശ്ചയിക്കുക. അപ്പം കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക. ഹാപ്പി ഡേ മൈ ഡിയേഴ്സ്.